പെരിന്തൽമണ്ണ തിരഞ്ഞെടുപ്പ് കേസിൽ വിധി വന്നിരിക്കുന്നു. നജീബ് കാന്തപുരത്തിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? നജീബ് കാന്തപുരത്തിന് വലിയ തോതിൽ ആശ്വാസം നൽകുന്ന വിധിയാണ്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും നജീബ് കാന്തപുരത്തിനും UDF-നും വളരെ ആശ്വാസം നൽകുന്ന വിധിയാണ്. നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന CPM സ്വതന്ത്രൻ KP മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസ് CS സുധയാണ് ഹർജിയിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. ഹർജി തള്ളുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. 38 വോട്ടുകൾ എണ്ണിയിട്ടില്ല എന്നുള്ളതായിരുന്നു എതിർ സ്ഥാനാർത്ഥിയുടെ വലിയ ആരോപണം. ചില സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം എന്നുള്ളതായിരുന്നു എതിർ സ്ഥാനാർത്ഥി ഉയർത്തിയ ആരോപണം. അതായത് 38 വോട്ടുകൾ എന്ന് പറയുമ്പോൾ വളരെ നാമമാത്രമായ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലവും സൂചിമുനയിലായിരുന്നു. ഇത് ഇപ്പോൾ ഒരു അന്തിമ വിധി എന്ന് കരുതാമോ? എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇനി സുപ്രീം കോടതിയിൽ ഈ വിധി ചോദ്യം ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. എന്തായാലും ഇപ്പോൾ കാന്തപുരത്തിന് വളരെ ആശ്വാസം നൽകുന്ന വിധി തന്നെയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ വോട്ടുകൾ കാണാതായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പിന്നീട് സഹകരണ രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ വലിയ വിവാദങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അവസാനം കോടതി എതിർ സ്ഥാനാർത്ഥിയായ KP മുഹമ്മദ് മുസ്തഫയുടെ വാദം തള്ളിയിരിക്കുകയാണ്. കാന്തപുരത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. പക്ഷേ അതിലേക്ക് കോടതിയെ കൊണ്ടുചെന്ന് എത്തിച്ച എൻ്റെ വിശദാംശങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അത് വിധിയുടെ പൂർണ്ണ വിവരം പുറത്തു വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും വലിയ ആശ്വാസം തന്നെയാണ് രാഷ്ട്രീയമായിട്ട് UDF-നും മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ കാന്തപുരത്തിനും. 348 വോട്ടുകൾ എണ്ണിയില്ല എന്നുള്ള ഒരു സാങ്കേതികത്വമായിരുന്നു എതിർ സ്ഥാനാർത്ഥി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതിൽ 300ഓളം വോട്ടുകൾ തനിക്ക് അനുകൂലമാണെന്നും വാദിച്ചിരുന്നു. ആ സമയത്ത് ഈ കോവിഡ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ കോവിഡ് രോഗികൾ അതോടൊപ്പം തന്നെ പ്രായമായവർ അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെയൊക്കെ തന്നെ വോട്ടുകൾ പോസ്റ്റലായിട്ടായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ആ വിഭാഗത്തിൽ വരുന്ന 348 വോട്ടുകൾ സാങ്കേതികത്വം പറഞ്ഞ് എണ്ണിയില്ല എന്നുള്ളതായിരുന്നു എതിർ സ്ഥാനാർത്ഥി ഉന്നയിച്ച വാദം. അതിൽ തന്നെ 300 വോട്ടുകൾ തനിക്ക് അനുകൂലമാണ്. അങ്ങനെ വരുമ്പോൾ നിലവിൽ വിജയം പ്രഖ്യാപിച്ചിട്ടുള്ള 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം പ്രഖ്യാപിച്ചിട്ടുള്ള നജീബ് കാന്തപുരത്ത് തനിക്ക് മറികടക്കാൻ ആകും എന്നുള്ളതായിരുന്നു എതിർ സ്ഥാനാർത്ഥി ഉന്നയിച്ച വാദം. പക്ഷേ ആ വാദം ഇപ്പോൾ ഹൈക്കോടതി അങ്ങനെ തന്നെ എണ്ണാതെ പോയി എന്നുള്ളതാണ് ആരോപണമായി വരുന്നത്. മാത്രമല്ല, സാധുവായ ബാലറ്റുകൾ കാണാനില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ റിപ്പോർട്ടിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഇതിപ്പോൾ വിധി എന്താണ് വന്നത് എങ്കിലും പെരിന്തൽമണ്ണ കേസിൽ പെരിന്തൽമണ്ണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ഔദ്യോഗിക രേഖകൾ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. വിധിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ കോടതി അതിൽ സ്വീകരിച്ച നിലപാടുകൾ വ്യക്തമാവുകയുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും കോടതി ഇങ്ങനൊരു വിധിയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും വിധി പൂർണ്ണമായിട്ട് പുറത്തു വന്നതിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ എന്തായാലും നജീബ് കാന്തപുരത്തിന് വളരെ ആശ്വാസം നൽകുന്നതാണ്. അതിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ അല്ലെങ്കിൽ അപ്പീൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അപ്പീൽ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ വളരെ ആശ്വാസം നൽകുന്നതാണ്. കാരണം നജീബ് കാന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ ഭരണകക്ഷി അതായത് CPM-ന് കഴിയും. എന്തായാലും അങ്ങനൊരു അവസരം എന്തായാലും ഉണ്ടാകുന്നില്ല. ഈ വിധിയെ എതിർ സ്ഥാനാർത്ഥിക്ക് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക പോംവഴി. എന്തായാലും 38 വോട്ടുകളുടെ വിജയം തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയോ വീണ്ടും ഇലക്ഷൻ നടക്കുകയോ ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് അവിടെ സൂക്ഷിച്ചിരുന്നത്, അതായത് സബ് ട്രഷറിയിൽ സൂക്ഷിച്ച പെട്ടികൾ കാണാതാവുകയും പിന്നീട് അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടായത്. അത് മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് പെട്ടികൾ മാറ്റുന്നതിനൊപ്പം അറിയാതെ മാറിപ്പോയതാണ് എന്നുള്ളതൊക്കെയായിരുന്നു വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. ഇതിന്റെ സുതാര്യത, വിശ്വാസ്യത ഒക്കെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ആ കേസിൽ ആണ്, അതായത് വേണമെങ്കിൽ കോടതിക്ക് അങ്ങനെ ഒരു നിലപാട് എടുക്കാമെന്ന് എല്ലാ വിദഗ്ധരും പറഞ്ഞൊരു കാര്യത്തിലാണ് നജീബ് കാന്തപുരത്തിന് ഇപ്പോൾ ആശ്വാസകരമായ വിധി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വോട്ടുകൾ കാണാതായ ഒരു പശ്ചാത്തലത്തിൽ ഇതിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. ബോധപൂർവമാണ് ഈ വോട്ടുകൾ മാറ്റിയതെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു സംശയത്തിൽ നിൽക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരത്തിന് വരുന്നത്. അത് വലിയ ആശ്വാസം തന്നെയാണ്. എന്തായാലും അട്ടിമറികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത്. 38 വോട്ടിന്റെ വിജയം അത് വിജയം തന്നെയാണെന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും അട്ടിമറിയും ഒന്നും ഈ വോട്ടെണ്ണലിന്റെ ഭാഗമായിട്ട് നടന്നിട്ടില്ല. 348 വോട്ടുകൾ, അതായത് എതിർ സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള 348 വോട്ടുകൾ എണ്ണേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഈ വിധിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എണ്ണേണ്ടതില്ല
സാധിക്കില്ല എന്ന് ബാലറ്റ് ഹൈക്കോടതി പെട്ടികൾ സ്ട്രോങ് പറഞ്ഞിരിക്കുന്നത്. റൂമിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അതിന്റെ സുതാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്തുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ചേർന്നുള്ളതാണ്. സ്ട്രോങ് റൂമിന് കാവൽ നിൽക്കുന്ന, അതായത് എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷിതത്വം ഇല്ല എന്ന് തോന്നിയാൽ സ്ട്രോങ് റൂമിന് കാവൽ നിൽക്കുന്ന സ്വഭാവം പോലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ട് ചിലയിടങ്ങളിൽ. അവിടെയാണ് മറ്റൊരിടത്ത് നിന്ന് ഈ ബാലറ്റ് പെട്ടി കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. അത്രത്തോളം വിവാദം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും അത് വലിയ വിവാദമായിരുന്നു ബാലറ്റ് പെട്ടികൾ കാണാതായത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിശ്ചിത കാലയളവിൽ ഈ ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ആ കാലയളവിൽ തന്നെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഈ എതിർ സ്ഥാനാർത്ഥികൾ കോടതിയെ സമീപിക്കുകയും ചെയ്യാം. ആ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെയാണ് ഈ ബാലറ്റ് പെട്ടികൾ കാണാതെ പോയത് എന്നുള്ളത് വളരെ സംശയാസ്പദമായിരുന്നു. അത് മറ്റൊരു ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ടാകാം എന്നും സംശയിക്കപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഭരണാധികാരി എണ്ണാതെ മാറ്റിവെച്ച, അതായത് 348 വോട്ടുകൾ എണ്ണേണ്ടതില്ല എന്നൊരു തീർപ്പിലേക്കായിരിക്കാം ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും അതിനൊരു വ്യക്തത വരേണ്ടത് ഈ വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വരണം. ഇപ്പോൾ ഹൈക്കോടതി ഈ ജസ്റ്റിസ് CS സുജാത ഒറ്റ വാക്കിലാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് അരുൺ ശങ്കർ, ഞാൻ വരാം.